ഇന്ന് നമ്മൾ 4 ടോപ്പിക്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയ ടോപ്പിക്കാണ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ഏകദേശം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മീന്, മീഡിയൻ, മോഡ്, അതുപോലെ തന്നെ റിഗ്രഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് കൊണ്ട് ചെറിയ ടോപ്പിക്കാണ്, അതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം നമുക്ക്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജിനാണ് മീൻ എന്ന് പറയാം. നമ്മൾ ഒരു ഒരു സീരീസ് ഓഫ് നമ്പർ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആവറേജ് കണക്കാക്കാൻ പറയും. ഫോർ എക്സാമ്പിൾ 1, 2, 3 ഇതിൻ്റെ മീൻ കണ്ടെത്താൻ പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജാണ് നമ്മൾ കണ്ടെത്താം. അപ്പോൾ ഇത് 3ഉം ടോട്ടൽ ചെയ്തിട്ട് എത്രയാണോ എണ്ണമുള്ളത് അതുകൊണ്ട് ഹരിക്കാം. 1 + 2 + 3 അപ്പോൾ 6/3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവറേജ് 3 കിട്ടും. ഓക്കെ, രണ്ട് കിട്ടും. ഓക്കെ, 2 കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആവറേജ് വരുന്നത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 തരത്തിൽ നമുക്ക് മീൻ കണ്ടെത്താം. നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയും ചിലപ്പോൾ തന്നേക്കാം, ഗ്രൂപ്പ്ഡ് ഡാറ്റയും തന്നേക്കാം. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തരികയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷന് നമുക്ക് ടോട്ടൽ ആഡ് ചെയ്തിട്ട് ഇതാണ് അതിന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഇക്വേഷൻ വരുന്നത്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ എന്നാണ് അർത്ഥം. എക്സ് ബാർ ഈക്വൽ ടു σx/n. ഓക്കെ, അതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണെങ്കിൽ വരുന്ന ഇക്വേഷൻ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സീരീസ് ഓഫ് നമ്പർ മാത്രമേ തരുള്ളൂ. ഫോർ എക്സാമ്പിൾ 1, 3, 5, 8, 10. ഇതൊരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് നമുക്ക് തരണമെങ്കിൽ ഈ ഇക്വേഷൻ, ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. ഒന്നുകിൽ σfm/n അല്ലെങ്കിൽ σfx/n. നമ്മൾ നമ്പർ സീരീസാണ്, ക്ലാസ്സാണ് തരുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ 10-20, 20-30, 30-40, 40-50 ഇങ്ങനെ സീരീസ് നമ്പർ തരികയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. കാരണം എം അവിടെ കണ്ടെത്തേണ്ടത്, മിഡ് വാല്യൂ കണ്ടെത്തേണ്ടതുണ്ട്, മിഡ് പോയിൻ്റ് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. അല്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് നോർമൽ വാല്യൂ തരുന്നത് 1, 3, 5, 7 ഇങ്ങനെയാണ് തരുന്നത് വെച്ചാൽ നമുക്ക് മുകളിലുള്ള ഇക്വേഷൻ, അതായത് σfx/n യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കണ്ടെത്താം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, താഴെ ക്വസ്റ്റ്യൻ 1 നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 35, 42, 0, 84, 56, 29 ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മീൻ കണ്ടെത്താണ്, കാൽക്കുലേറ്റ് മീൻ സ്കോർ. ഓക്കെ, കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ നോക്കാം. നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഇവിടെ മുകളിൽ നമ്മളൊരു ഇക്വേഷൻ കണ്ടിരുന്നു, അല്ലേ, σfx/n. അപ്പോൾ അവിടെ നമ്മൾ σfx/n കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. എക്സ് ബാർ സമം σx/n. നമ്മൾ അതാണല്ലോ കണ്ടത് അല്ലേ, σx/n. അപ്പോൾ അത് നമ്മൾ എടുത്തെഴുതുന്നു. ഇതിൽ σx എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ എക്സുകളാണ്. x1, x2, x3 ഇതൊക്കെ ഓരോ എക്സുകളാണ് കേട്ടോ. ഇതിൻ്റെ ടോട്ടലിനെയാണെന്ന് പറയാം σx എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ 32 എന്ന് പറഞ്ഞാൽ x1, അടുത്ത x2, x3, x4, x5 അങ്ങനെ ഓരോന്നിനും ഓരോ നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് σx എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 35 + 42 + 0 + 84 + 56 + 29. ഓക്കെ, ഡിവൈഡഡ് ബൈ n. n എന്ന് പറഞ്ഞാൽ നമ്പറാണ് അർത്ഥം. നമ്പർ 1, 2, 3, 4, 5, 6
അപ്പോൾ ഇവിടെ 6 നമുക്ക് നമ്പറായിട്ട് കിട്ടിയത്. അപ്പോൾ 6 ഇങ്ങനെയാണ് ഇത് ചെയ്യാം. ഇതിൻ്റെ ടോട്ടൽ നമുക്ക് കാണുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടുക ഏകദേശം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. 246 ഇവിടെ ഇതിൻ്റെ ടോട്ടലായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, 35 പ്ലസ് 42 പ്ലസ് 0 പ്ലസ് 84 പ്ലസ് 56 പ്ലസ് 29 246 കിട്ടും. പിന്നെ n എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എണ്ണിക്കഴിഞ്ഞല്ലോ അല്ലേ. എത്രയാണ് n? 6 അല്ലേ, 6. അപ്പോൾ 246/6 ഇതാണ് നമുക്ക് ആൻസറായിട്ട് വരിക. അതിൻ്റെ ആൻസർ നമുക്ക് 41 കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകൂടെ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ 2 വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതാണ് ചോദ്യം. 150 നിങ്ങൾ കൂടെ ചെയ്യുക കേട്ടോ. 150, 200, 175, 250, 225 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം. ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തണം. അപ്പോൾ ആൻസറിലേക്ക് എത്താൻ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 150 പ്ലസ് 200 പ്ലസ് 175 പ്ലസ് 250 പ്ലസ് 225 ഡിവൈഡഡ് ബൈ നമ്പറാണ് n. 1, 2, 3, 4, 5. അപ്പോൾ നമുക്കിവിടെ 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടുന്നു. എത്രയാണ് ടോട്ടൽ കിട്ടിയത്? യെസ്, 1000 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്രയാണ് ടോട്ടൽ വന്നത്? യെസ്, 200. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. വളരെ എളുപ്പമാണ്. ഇതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീൻ, അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആവറേജ് എന്നും ഇതിന് പറയാം. എക്സാക്റ്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണെന്ന് പറയാം അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഇനിയും കുറച്ച് ചോദ്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് തരണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റ നോക്കാം. ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. നമുക്ക് 2 രീതിയിൽ വരും. ഇവിടെ നമ്മൾ ക്ലാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, ക്ലാസ് ഇൻ്റർവെൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലാസ് ഇൻ്റർവെൽ അല്ലാതെ ഇപ്പം നമ്പറുകളായിട്ട് വരും. 1, 2, 3, 4, 5 ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ രണ്ടും 2 രീതിയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടേബിൾ കൂടെ ഇവിടെ ജസ്റ്റ് ഈ പ്രോബ്ലം ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ടേബിൾ അധികം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു കോളം വരക്കാം. ഇനി നമുക്കിവിടെ ഒരു കോളം ആഡ് ചെയ്താലും മതി. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കോളം ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ക്ലാസ് ഇൻ്റർവെല്ലാണല്ലോ കിട്ടിയിട്ടുള്ളത്. ക്ലാസ് ഇൻ്റർവെൽ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കിവിടെ മീൻ ഇതിൻ്റെ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇക്വേഷൻ ആദ്യം നമുക്ക് എടുക്കാം. സിഗ്മ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. ഇതാണ് ഒരു ഇക്വേഷൻ. അല്ലെങ്കിൽ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എൻ. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നതുകൊണ്ട് നമുക്ക് താഴത്തെ ഇക്വേഷൻ എടുക്കാം. ഓക്കെ, രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. സെയിം ഇക്വേഷൻ എഴുതിയാൽ മതി, മനസ്സിലാക്കിയാൽ മതി ഇതെവിടെയാണ് മാറ്റം വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് വാല്യൂ നമുക്ക് എടുക്കണം. അതായത് നമുക്ക് ഇൻറ്റു ചെയ്യണമെങ്കിൽ ഇതിനെ പകുതിയായിട്ട് മുറിക്കണം. അപ്പോൾ നമുക്ക് മിഡ് വാല്യൂ എം കാൽക്കുലേറ്റ് ചെയ്യണം. എം എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ സെൻറ്ററാണ് മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്തിട്ട്
2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഫോർ എക്സാമ്പിൾ 100 + 120 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 220/2 110. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് നടുവിൽ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ 110ൻ്റെയും 120ൻ്റെയും നടുവിലുള്ള സംഖ്യ എത്രയും നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 100ൻ്റെയും 110ൻ്റെ ഇടയിൽ 100ൻ്റെയും 120ൻ്റെ ഇടയിൽ നമുക്ക് 110 നടുവിലെ സംഖ്യ വരാം. പിന്നെ അതുപോലെ 120ൻ്റെയും 140ൻ്റെ ഇടയിലുള്ള സംഖ്യ 130 ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 140 160. അപ്പോൾ അതിൻ്റെ നടുവിൽ 150. പിന്നെ 160 180. 160ൻ്റെയും 180ൻ്റെയും നടുവിലുള്ള സംഖ്യ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 170. ഓക്കെ, പിന്നെ 180ൻ്റെയും 200ൻ്റെയും നടുവിലുള്ള മിഡ് വാല്യൂ എന്ന് പറയുന്നത് 190. അപ്പോൾ നമുക്ക് എം കിട്ടി, മിഡ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഒരു കോളം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ആ കോളാണ് FM എന്ന് പറഞ്ഞ കോളം. ഓക്കെ, ഇൻസേർട്ട് ഒരു കോളം കൂടെ ആഡ് ചെയ്യാം. ഇവിടെ ചെറുതാക്കാം. FM എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എഫിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസി എഫ് ഉണ്ട് എം ഉണ്ട്. അപ്പോൾ നമ്മൾ FM എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? F × M. 4 × 110, 6 × 130, 10 × 150, അതുപോലെ തന്നെ 7 × 170, 3 × 190. അങ്ങനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. 4 × 110 എന്ന് പറഞ്ഞാൽ 440. 6 × 130 വരുന്നത് 780. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 10 × 150 1500. അതുപോലെ 7 × 170 വരുന്നത് 1190. അതുപോലെ 3 × 190 വരുന്നത് 570. ഓക്കെ, അപ്പോൾ നമുക്ക് FM കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം അല്ലേ. അവിടെ നമുക്ക് സിഗ്മ FM ആണ് കിട്ടേണ്ടത്. അപ്പോൾ FM ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിഗ്മ FM എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ ടോട്ടൽ ആയിരിക്കും. സിഗ്മ FM = ഇതിൻ്റെ ടോട്ടൽ 440 + 780 + 1500 + 1190 + 570. അതാണ് ഇതിൻ്റെ സിഗ്മ FM എന്ന് പറയാം. അപ്പോൾ നമുക്കത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ ഞാൻ ജസ്റ്റ് ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4480 ഇതിൻ്റെ ടോട്ടലായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇക്വേഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സിഗ്മ FM നമുക്ക് കിട്ടി. എത്രയാണ്? 4480. ഓക്കെ, 4480 കിട്ടി. N ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ N എടുത്ത സമയത്ത് അതിൻ്റെ ടോട്ടൽ നമ്പർ ആയിരുന്നു N ആയിട്ട് എടുത്തത്. അതായത് എത്ര സീരീസിൽ എത്ര വാല്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1 3 5 7 9 ഇതൊരു സീരീസ് ആണെങ്കിൽ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. അപ്പോൾ ഇവിടെ നമ്മൾ 5 ആയിട്ടാണ് നമ്പർ എടുത്തിരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ 5 അല്ല എടുക്കുക. ഇവിടെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് N എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 4 + 6 + 10 + 7 + 3. അതാണ് ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുക? N എന്ന് പറയാം. അപ്പോൾ വളരെ സിമ്പിളാണ്. 4 + 6 + 10 + 7 + 3. അത് ഒരു റൗണ്ട് ഫിഗർ ആയിരിക്കും സാധാരണ നമുക്ക് എക്സാമിന് തരിക. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 30 ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എന്താ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ വരുമ്പോൾ സീരീസിൻ്റെ ടോട്ടൽ നമ്പറിൻ്റെ എണ്ണം പറയുമ്പോൾ ടോട്ടൽ നമ്പറിൻ്റെ എണ്ണമാണ് എന്ത്
n എന്ന വാല്യൂ നമ്മൾ കൊടുക്കാം. പക്ഷെ ഇവിടെ ഗ്രൂപ്പ്ഡ് ഡാറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുത്തിട്ടാണ് ചെയ്യാം. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ച സാധനം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ്. 300 ഇതിന് 30 ഇത് വരിക. അപ്പോൾ ഈക്വൽ ടു 30. അപ്പോൾ ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 149 സോറി 149.33 നമുക്ക് കിട്ടിയ മീൻ എന്ന് പറയുന്നത്. ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് 149.33 ഓക്കെ. അപ്പോൾ ഇതാണ് ആൻസർ. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം, കൂടെ ചെയ്യാം കേട്ടോ. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഇനി നിങ്ങൾ നോക്കുക, ഇനി ഇവിടെ മിഡ് വാല്യൂ എടുക്കാതെയാണ് ചെയ്യേണ്ടതെന്ന് കരുതാം. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത് മിഡ് വാല്യൂ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ വർക്ക് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മിഡ് വാല്യൂ എടുത്തത്. മിഡ് വാല്യൂ അല്ല എടുക്കുന്നത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 50, 100, 150, 200, 250 അങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് ഇത് എക്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യും, മനസ്സിലാക്കും. ഇത് എഫ് എന്ന് പറയും. ഇവിടെ നമ്മൾ എഫ് എക്സ് എന്ന് പറയും. എന്നിട്ട് ഇതിനെ ഇൻറ്റു ചെയ്തിട്ട് എഴുതും. 150 50 × 5, 100 × 8, 150 × 12, 200 × 10, 250 × 5 അങ്ങനെ എഴുതും. അവിടെ മിഡ് പോയിൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ മിഡ് പോയിൻ്റ് ഉണ്ടാവുക എപ്പോഴും ക്ലാസ് ഇൻ്റർവെൽ വരുന്ന സമയത്താണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇതാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 0 to 10 സോറി 0 to 50, 50 to 100, 100 to 110 സോറി 150, 150 to 200, 200 to 250. ഇത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പ്രോബ്ലം കൂടെ എന്ത് ചെയ്യണം, നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കോളം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോളം ഇവിടെ ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ഇങ്ങനൊരു ചോദ്യം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോളം അഡീഷണലി ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോളം ആഡ് ചെയ്തു. എന്നിട്ട് ഈ കോളത്തിന് പേരെന്തായിരിക്കും, എം മിഡ് വാല്യൂ. ഓക്കെ, എം ഈക്വൽ ടു മിഡ് വാല്യൂ. അല്ലെങ്കിൽ മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡിൽ പോയിന്റ് എന്നും പറയാം. മിഡിൽ വാല്യൂ എന്ന് എഴുതാം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മിഡിൽ വാല്യൂ ആണ് ഇത് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നു 0-ൻ്റെയും 50-ൻ്റെയും ഇടയിലുള്ള സംഖ്യ എത്രയാണ്. ഇനി നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് 0 + 50 / 2 ചെയ്താൽ മതി. അതേപോലെ 50-ൻ്റെയും 100-ൻ്റെയും ഇടയിലുള്ള സംഖ്യ അറിയണമെങ്കിൽ 50 + 100 / 2 എന്ന് എഴുതിയാൽ മതി. അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും 0-ൻ്റെയും 50-ൻ്റെയും ഇടയിലുള്ള സംഖ്യ 25 അല്ലേ. അപ്പോൾ അടുത്തത് എത്രയാണ് വരിക, യെസ് 75. അടുത്തത് എത്രയാണ് വരിക, യെസ് 125. അടുത്തത് 175, യെസ് 225. ഓക്കെ, അപ്പോൾ നമുക്ക് മിഡ് വാല്യൂ കിട്ടി. ഇനി നമ്മൾ അടുത്തൊരു കോളം കൂടെ ആഡ് ചെയ്യണം. ആ കോളത്തിൻ്റെ പേരാണ് യെസ് എഫ് എം. ഇനി നമുക്ക് മിഡ് ക്ലാസ് ഇൻ്റർവെൽ അല്ല തരുന്നതെങ്കിൽ അവിടെ വാല്യൂ എഫ് എക്സ് ആയിരിക്കും. എഫ് എക്സ് എന്ന് എഴുതിയാലും എഫ് എം എന്ന് എഴുതിയാലും കാൽക്കുലേഷൻ തെറ്റൊന്നുമില്ല. ഈ മിഡ് വാല്യൂ ക്ലാസ്സിൽ മാത്രമേ ഈ മിഡ് വാല്യൂ വരുള്ളൂ എന്നേ ഉള്ളൂ, എഫ് എം. അപ്പോൾ നമ്മൾ എഫ് എം എഴുതി. അപ്പോൾ ഇനി എങ്ങനെയാണ് എഫ് എം എന്ന് പറഞ്ഞാൽ 5 × 25, 8 × 75, 12 × 125, 10 × 175, 5 × 125. അപ്പോൾ എത്രയാണ് ആൻസർ വരിക, 5 × 25 എത്രയാണ്, 125. ഓക്കെ, പിന്നെ അടുത്തത്
യെസ് 600. അടുത്തത് എത്രയാണ്? 1500. യെസ് 1500. പിന്നെ അടുത്തത് 1750. എക്സാമിന് PGൻ്റെ എക്സാമിന് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ, ധൈര്യമായിട്ട്, പ്രശ്നമില്ല, നമുക്ക് യൂസ് ചെയ്യാം. എത്രയാണ് അടുത്തത്? എത്രയാണ് വരിക? നോർമൽ കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. ചില സയൻറ്റിഫിക് യൂസ് ചെയ്യാൻ പാടില്ല എന്നതാണ് പറയാറ്, പക്ഷേ കുട്ടികൾ കൊണ്ടുവന്ന് കാണാറുണ്ട്. ബൈ ചാൻസിൽ സ്കോഡ് വരികയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. നോർമൽ കാൽക്കുലേറ്റർ മതി ഇതിന്, വിലയും കുറവാണ്, മാത്രമല്ല അതിനധികം അത്ര വലിയ ഉപയോഗമൊന്നും കാൽക്കുലേറ്റർ കൊണ്ടൊന്നുമില്ല. നമുക്ക് കൂട്ടുക കുറക്കുക അത് മാത്രമേ അതുകൊണ്ട് ചെയ്യാനുള്ളൂ. സൈന് കോസ് ഇങ്ങനെ ഒന്നും കാണാനില്ലല്ലോ, അപ്പോൾ പിന്നെ ഇത് മതിയാവും. 225. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമ്മൾ എന്താണ് കാണേണ്ടത്? സിഗ്മ എഫ് എം. സിഗ്മ എഫ് എം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടലാണ്. 125 പ്ലസ് 600 പ്ലസ് 1500 പ്ലസ് 1750 പ്ലസ് 1125. എത്രയാണ് ടോട്ടൽ കിട്ടിയത്? 500. യെസ് 5100 നമുക്ക് ആൻസർ കിട്ടിയത്. ഇനി നമുക്ക് n കാൽക്കുലേറ്റ് ചെയ്യണം. n എത്രയാണ് ഉണ്ടാവുക? n എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ്ഡ് ഡാറ്റ ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആയിരിക്കും n. ഓക്കെ, അപ്പോൾ 5 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് 10 പ്ലസ് 5 ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് കിട്ടുക? യെസ് 40 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് എടുത്തെഴുതാം. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ n. സിഗ്മ എഫ് എം എത്രയാ? 5100 ഡിവൈഡഡ് ബൈ 40. ഈ 0 രണ്ടും വെട്ടാം. ഇനി അപ്പോൾ ടോട്ടൽ എത്രയാണ് കിട്ടിയത്? ഓക്കെ, 127.5. യെസ്, ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.